തമിഴ്നാട്ടിൽ ഇത്തവണ ബി.ജെ.പി. വമ്പിച്ച മുന്നേറ്റമാണ് നടത്തിയത്. പക്ഷേ സീറ്റുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ബി.ജെ.പിക്ക് കിട്ടിയത് 0. പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല എന്ന് വ്യക്തം. രാഷ്ട്രീയം എന്നത് എപ്പോഴും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. തമിഴ്നാട്ടിൽ ബി.ജെ.പി. നടത്തിയതും ഒരു പരീക്ഷണമായിരുന്നു. ഒരുപക്ഷെ ഒരു തവണത്തേക്കുള്ള പരീക്ഷണമല്ല, നിരന്തരമായ ഒരു യാത്രയുടെ ഭാഗമായുള്ള ഒരു പരീക്ഷണമായിരിക്കാം. എന്തു തന്നെയായാലും ബി.ജെ.പിക്ക് സീറ്റ് കിട്ടാത്തത് അതിന്റെ ഉത്തരവാദിത്തത്തിലുള്ളവർക്ക് ക്ഷീണവും, സീറ്റ് കിട്ടിയാൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് നേട്ടവുമാണ്. തോൽവിക്ക് ഉത്തരവാദികൾ ആരും കാണില്ല, പക്ഷെ വിജയത്തിന് അനേകം ഉത്തരവാദികൾ കാണും. ഏതായാലും പരാജയം വന്ന സമയത്ത് അതിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തേക്ക് വരികയാണ്. ഇത്തവണ എ.ഡി.എം.കെയുമായി സഖ്യമില്ലാതെയാണ് ബി.ജെ.പി. മത്സരിച്ചത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് എല്ലാ പാർട്ടികളും, ദേശീയ പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പദവി നഷ്ടപ്പെടാൻ പോവുകയോ ചെയ്യുന്ന CPM, ദേശീയ പദവി നഷ്ടപ്പെട്ട CPI, അതുപോലുള്ള പാർട്ടികൾ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ DMK-യുടെയോ AIDMK-യുടെയോ കൂടെയാണ് നിൽക്കാറുള്ളത്. തമിഴ്നാട് ഒരു പ്രത്യേക ആശയ അടിത്തറയിൽ, ദ്രാവിഡവാദത്തിന്റെ അടിത്തറയിൽ ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ്. റോബർട്ട് കാഡ്വെൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പുരോഹിതൻ, പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനാണ് ഈ ദ്രാവിഡവാദത്തിന്റെ ഉപജ്ഞാതാവ്. ആ ദ്രാവിഡവാദത്തിൽ അധിഷ്ഠിതമായ DK-യിൽ നിന്ന് തെറ്റിപ്പോന്ന പാർട്ടിയാണ് AIDMK. പക്ഷെ അവരത്ര കടുത്ത ദ്രാവിഡവാദക്കാരല്ല. ദീർഘകാലം ബി.ജെ.പിയുടെ കൂടെ ഭരിച്ചവരാണ് AIDMK. DMK-യും മുൻകാലത്ത് ബി.ജെ.പിയുടെ കൂടെ കേന്ദ്രത്തിൽ ഭരണം പങ്കിട്ടവരാണ്. പക്ഷെ അടുത്ത കാലത്തായി കടുത്ത ദ്രാവിഡവാദമാണ്, സനാതന ധർമ്മ വിരോധമാണ്, ഹിന്ദു വിരോധമാണ്, അല്ലെങ്കിൽ തെക്ക് വടക്ക് വിഭജനമാണ് DMK പ്രകടിപ്പിക്കുന്നത്. മറുഭാഗത്ത് AIDMK ഉണ്ട്. AIDMK കുറച്ചുകൂടി മൃദുവായ സമീപനമാണെങ്കിൽ പോലും ഇപ്പോൾ AIDMK ബി.ജെ.പി. സഖ്യം ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ നേരത്തെ ബി.ജെ.പി. AIDMK സഖ്യമുണ്ടായിരുന്നു, അതിനുമുമ്പ് ബി.ജെ.പി. DMK സഖ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 2019 തെരഞ്ഞെടുപ്പിൽ AIDMK ബി.ജെ.പി. സഖ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചതെങ്കിൽ ഇത്തവണ ബി.ജെ.പി. ഒറ്റയ്ക്കാണ് നിന്നത്. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും വേണമെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയുടെ പേരിൽ നമുക്ക് ചാർത്തി കൊടുക്കാം. കാരണം അദ്ദേഹമാണ് AIDMK-യുമായുള്ള ബന്ധം വഷളാക്കുന്നതിൽ താല്പര്യമെടുത്തത്. കാരണം AIDMK ഒരു അഴിമതി പാർട്ടിയാണ്. അങ്ങനെ ദ്രാവിഡവാദ പാർട്ടികളിൽ നിന്ന് മാറി നിന്ന് ഒരു സാംസ്കാരിക ദേശീയതയുടെ മാത്രമേ ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ വളരാൻ കഴിയൂ എന്ന ധാരണയാണ് അണ്ണാമലയ്ക്കുണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം പിന്തുണയ്ക്കുകയും ചെയ്തു. കാരണം അതൊരു ഇലക്ഷന് തൊട്ടു മുമ്പെടുത്ത തീരുമാനമായിരുന്നില്ല എന്ന് വ്യക്തം. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയെയും തമിഴ്നാടിനെയും, വടക്കേ ഇന്ത്യയിലെ കാശിയെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന സാംസ്കാരിക ധാരകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാശിയിലെ തമിഴ് പണ്ഡിതന്മാരുടെ യോഗം അദ്ദേഹം വിളിച്ചുകൂട്ടിയിരുന്നു. അതേപോലെ തന്നെ പാർലമെന്റിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടന സമയത്ത് ചെങ്കോൽ ഏന്തിയത്, അല്ലെങ്കിൽ ആ ചെങ്കോൽ കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് അദ്ദേഹം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തി. അദ്ദേഹത്തിന്റെ ഉപാസനയുടെ ഭാഗമായി, അല്ലെങ്കിൽ വ്രതത്തിന്റെ ഭാഗമായി അദ്ദേഹം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെത്തി. അദ്ദേഹം നിരവധി തവണ തമിഴ്നാട്ടിലേക്ക് യാത്ര നടത്തി, പലതവണ. അപ്പം മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹം അതിനെ ജയിപ്പിച്ചെടുക്കാൻ, തമിഴ്നാട്ടിലും കേരളത്തിലും സീറ്റുകൾ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു മോഡിയുടെ ലക്ഷ്യം. അതിനായി പലതവണ അദ്ദേഹം തമിഴ്നാട്ടിൽ വന്നു. കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരെ അദ്ദേഹം വളരെ കാര്യമായ സജീവമായി പങ്കെടുത്തു. ഒരുപക്ഷെ അമിത്ഷായുടെ മകന്റെ, അദ്ദേഹത്തിന് അടുത്ത ആളുകളുടെ മക്കളുടെ വിവാഹത്തിന് പോലും പങ്കെടുക്കുകയോ ഇത്രയധികം സമയം ചെലവഴിക്കുകയോ ചെയ്യാതിരുന്ന മോഡി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ വന്നത്. അതേപോലെ തന്നെയാണ് അദ്ദേഹം തമിഴ്നാട്ടിലെത്തിയത്. പക്ഷേ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇപ്പോൾ AIDMK പറയുന്നത്, AIDMKയുടെ ഒരു നേതാവ് പറഞ്ഞത്, ബി.ജെ.പി. AIDMK സഖ്യമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാമായിരുന്നു എന്നാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് മുൻ ഗവർണർ കൂടിയായ ചെന്നൈയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി തമിഴ്സൈ സൗന്ദരരാജൻ അതിനെ ന്യായീകരിച്ചത്, അല്ലെങ്കിൽ ആ AIDMK നേതാവിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചത്. ഇത് വ്യാപകമായ സ്ഫോടനങ്ങൾ തമിഴ്നാട്ടിലെ ബി.ജെ.പിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിജയവാഡയിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ അമിത്ഷാ തമിഴ്സൈ സൗന്ദരരാജനെ ശകാരിക്കുന്നു എന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ വന്നത്. ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് ആർക്കും കേൾക്കാൻ കഴിയില്ല. അത് ഒരുപക്ഷെ അമിത്ഷായ്ക്കും തമിഴ്സൈ സൗന്ദരരാജനും
തൊട്ടടുത്തുള്ള പ്രമുഖരായ BJPയുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ അത് തമിഴ്സൈ സൗന്ദരരാജനെ വഴക്ക് പറയുന്നതാണെന്ന് വ്യാജേന പ്രചരിപ്പിച്ചത് മാധ്യമങ്ങൾ മാത്രമാണോ അല്ല BJPയിലെ തന്നെ അവരോട് വിരോധമുള്ള ആളുകളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് വഴക്കിന്റെ, ഒരു കയ്യാങ്കളിയുടെ അല്ലെങ്കിൽ ഒരു തമ്മിൽ പോരിന്റെ ചില ലക്ഷണങ്ങളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ ഉടൻ തന്നെ തമിഴ്സൈ സൗന്ദരരാജൻ പറയുന്നുണ്ട്, തമിഴ്നാട്ടിലെ അണ്ണാമലൈ ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അവർ ആരോപിച്ചത്. അവരും മുതിർന്ന ഒരു നേതാവാണ്, ഗവർണറായിരുന്ന വ്യക്തിയാണ്. അവരും സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, അണ്ണാമലയും സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. രണ്ടുപേരും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് മാത്രമല്ല ഏതൊരു സംസ്ഥാനത്താണെങ്കിലും ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്ന സമയത്ത് അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വിജയമുണ്ടാവും, ചിലപ്പോൾ പരാജയം ഉണ്ടാവും. ചിലപ്പോൾ ദീർഘകാലത്തേക്കുള്ള വിജയം ആസ്പദമാക്കി അല്ലെങ്കിൽ വിജയം ലക്ഷ്യമാക്കി ചിലപ്പോൾ ഹ്രസ്വകാലത്തെ പരാജയം നേരിടേണ്ടി വരും. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ കേന്ദ്രത്തിൽ BJPക്ക് നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ, 400ഓളം സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ തമിഴ്നാടിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് സീറ്റുകൾ കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ല. കാരണം DMKയുടെ ഒരു പ്രതാപത്തെ BJPക്ക് തകർക്കാൻ കഴിയുമായിരുന്നു. ADMK BJP സഖ്യമുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ BJPക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ അതൊരു നേട്ടം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളൊരു വാദവും ഉയരുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം BJP വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. 10%-ലധികം വോട്ടാണ് BJP നേടിയിരിക്കുന്നത്. ഒരു CDS ലോക്നീതി റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: As the CDS Lokniti post-poll survey shows, during the campaign for Lok Sabha elections, the BJP aggressively reached out to voters through phone calls, text message, social media. Compared with the other contesting parties, the BJP's outreach was the largest as reported by the respondents. More than 60% said they had been contacted by the BJP through social media and 46% said through door-to-door campaign. ഇപ്പോൾ ലോക്നീതി ഹിന്ദു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ BJP വിരുദ്ധ സ്വഭാവമുള്ള ഹിന്ദു പത്രത്തിന്റെ CSDS ലോക്നീതി നടത്തിയ സർവേ അവർ പറയുന്നത് ഏറ്റവും അധികം കാര്യക്ഷമമായി പ്രവർത്തിച്ചത് തമിഴ്നാട്ടിൽ BJP ആയിരുന്നു. 60% പേരും പറയുന്നത് തങ്ങളെ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്തത്, അത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണെങ്കിലും മറ്റ് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ആണെങ്കിലും തങ്ങളെ കോൺടാക്ട് ചെയ്തത്, മൊബൈൽ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തത് BJP ആണ്. അതേപോലെ തന്നെ നേരിട്ട് ഡോർ ടു ഡോർ ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്ത് BJP ആണെന്ന് 46% പേരും പറയുന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. പക്ഷേ വേണ്ടത്ര രീതിയിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. പ്രത്യേകിച്ച് നമുക്ക് കോയമ്പത്തൂരിലേക്ക് നോക്കാം. എന്താണ് കോയമ്പത്തൂരിൽ സംഭവിച്ചത്? ഇത്തവണ കോയമ്പത്തൂരിൽ BJP സ്ഥാനാർത്ഥി തോറ്റത് 1,18,068 വോട്ടിനാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സ്റ്റാർ ക്യാമ്പയിനർ, BJPയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവ്, BJP ഏറ്റവും ഉയർത്തിക്കാട്ടിയ നേതാവ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിന്ന നേതാവ്. കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക്, BJP തോറ്റിട്ടും അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവും എന്നുവരെയുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാവും എന്നുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനമാണെന്ന് കാണാൻ കഴിയുന്നു. അദ്ദേഹം തോറ്റത് 1,18,068 വോട്ടുകൾക്കാണ്. അദ്ദേഹത്തിന് കിട്ടിയത് 4,50,132 വോട്ടാണ്. അതേസമയത്ത് കോയമ്പത്തൂരിലെ സീറ്റിൽ ജയിച്ച DMK സ്ഥാനാർത്ഥിക്ക് 5,68,200 വോട്ട് കിട്ടി. AEDMK സ്ഥാനാർത്ഥി കിട്ടിയത് 2,36,490 വോട്ടാണ്. അതായത് ജയിച്ച DMK സ്ഥാനാർത്ഥി 41.39% വോട്ട് നേടിയപ്പോൾ BJP സ്ഥാനാർത്ഥി കിട്ടിയത് 32.79%. ADMK സ്ഥാനാർത്ഥി കിട്ടിയത് 17.23%. തമിഴ്നാട്ടിലെ BJPയുടെ സംഘടനാ ശക്തി വെച്ച് നോക്കുന്ന സമയത്ത് 32% വോട്ട് നേടുക എന്നത് വലിയൊരു സംഭവം തന്നെയാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. തൊട്ടു മുമ്പത്തെ ഇലക്ഷൻ സമയത്ത് 2019 BJP ADMK സഖ്യമായിരുന്നു. അന്ന് CPMന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. CPM സ്ഥാനാർത്ഥി 5,71,150 വോട്ട്, അതായത് 45.85% വോട്ട് നേടിയ സമയത്ത്, അങ്ങനെ നോക്കുന്ന സമയത്ത് DMK മുന്നണിയുടെ വോട്ട് ഇപ്പം 4%-ലധികം കുറഞ്ഞിരിക്കുകയാണ്. അന്ന്
CPM കിട്ടിയത് അല്ലെങ്കിൽ DMK മുന്നണിക്ക് കിട്ടിയത് 45.85%, BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 31.47%. അത് പക്ഷേ ADMKയുടെ കൂടെ പിന്തുണച്ചാണ് CP രാധാകൃഷ്ണന് 3,92,007 വോട്ട് കിട്ടിയത്. ആ സമയത്ത് BJP ഒറ്റയ്ക്ക് 4 ലക്ഷം വോട്ട് നേടി എന്ന് പറയുന്നത് അണ്ണാമലൈ CP രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടിനേക്കാൾ എത്രയോ ബഹുദൂരം മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 2014 തെരഞ്ഞെടുപ്പിൽ ADMKയും BJPയും DMKയും പ്രത്യേകം മത്സരിച്ച സമയത്ത്, അതായത് BJP ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്, നരേന്ദ്രമോദി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ 2014 തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണൻ 4 ലക്ഷത്തോളം വോട്ട്, അതായത് 33% വോട്ടാണ് CP രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കുന്നത്. CP രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് പിടിച്ചത് 33% വോട്ടാണ്, 33.62 വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇത്തവണ BJP സ്ഥാനാർത്ഥി അണ്ണാമലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 32.79% വോട്ടാണ്. അതായത് ഏതാണ്ട് 1% വോട്ട് 2014 BJPക്ക് ഒറ്റയ്ക്ക് നിന്ന് അധികം കിട്ടിയിരുന്നു എന്നർത്ഥം. ADMK സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയത് 4,31,717 വോട്ടാണ്. അന്ന് CP രാധാകൃഷ്ണൻ 2014 തോൽക്കുകയായിരുന്നു. ജയിച്ചത് 37% വോട്ട് നേടിയ ADMK ആയിരുന്നു. അന്ന് DMKക്ക് കിട്ടിയത് 2.17 ലക്ഷം വോട്ട് മാത്രം, അതായത് 18.73% വോട്ട് മാത്രം. അപ്പോൾ ADMKക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ശതമാനം വോട്ടുകൾ ഇത്തവണ DMKയിലേക്ക് പോയി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിലെ ഒരു സ്ഥിതി. അതേ സമയത്ത് തന്നെ തമിഴ്നാട്ടിലെ സീറ്റുകൾ ജയിക്കുന്ന CPMനും CPIക്കൊക്കെ മുമ്പ് കിട്ടിയിരിക്കുന്നത് നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ്. അതായത് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് അവർക്ക് ഏതാണ്ട് 30,000-ഓളം വോട്ട് മാത്രമാണ്. 34,197 വോട്ടാണ്, 2.95% വോട്ടാണ് 2014, അതായത് 2019 കോയമ്പത്തൂരിൽ ജയിച്ച CPMന് 2014 ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് കിട്ടിയിരുന്നത് 34,000 വോട്ട് മാത്രമാണ്. അപ്പം തമിഴ്നാട്ടിൽ 2 ശാക്തി കച്ചേരികളുടെ പ്രകടമായ സ്വാധീനമാണ് മനസ്സിലാകുന്നത്. അപ്പം ഒരുപക്ഷെ ADMK BJP സഖ്യം വരുമായിരുന്നെങ്കിൽ ഇത്തവണ DMK സഖ്യം ജയിച്ച 39 സീറ്റുകളിൽ കുറച്ചെങ്കിലും ഒരു 10-15 സീറ്റെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് തമിഴ്സൈ സൗന്ദരരാജന്റെയും അതേപോലെ തന്നെ ADMKയുടെ ചില നേതാക്കളുടെയും വാദം. പക്ഷേ മറ്റൊരു കാര്യം, തമിഴ്നാട്ടിൽ വോട്ടുകൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് കാണാം. 39 സീറ്റിന് DMK ജയിക്കാം, 39 സീറ്റിന് ADMK ജയിക്കാം. അപ്പം ഒരു അനുകൂലമായ ട്രെൻഡ് ആണെങ്കിൽ വേണമെങ്കിൽ മുഴുവൻ സീറ്റിലും വേണമെങ്കിൽ DMK BJP സഖ്യത്തിന് ജയിക്കുകയും കേന്ദ്രത്തിലെ BJP ഭരണത്തിന് അസ്ഥിരത ഉണ്ടാക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതിജീവിക്കാനും ഈ സഖ്യത്തിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ അത് നടന്നില്ല. അത് നടക്കാതിരുന്നത് BJPയുടെ തന്നെ തീരുമാനം, ദീർഘവീക്ഷണ അടിസ്ഥാനത്തിലുള്ള BJPയുടെ തീരുമാനം കൊണ്ടാണ്. പക്ഷേ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള വിജയം എന്ന നിലയിൽ DMK ADMK BJP സഖ്യമാവാമായിരുന്നു എന്നതാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഏതായാലും കാര്യമായ എഫർട്ട് എടുത്തിട്ടാണ് BJP തമിഴ്നാട്ടിൽ മുന്നോട്ട് പോകുന്നത്. അത് നരേന്ദ്രമോദിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. അദ്ദേഹം നേതൃത്വപരമായ പങ്കാണ് വഹിച്ചത്. ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പാർട്ടി ദേശീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി ആ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വികാരത്തെയും അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ മുഴുവൻ വികാരത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പ്രചരണത്തിറങ്ങിയത്. അതിന്റെ ഗുണം ഏതാണ്ടൊക്കെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ സീറ്റുകൾ വിജയിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന്റെ ഭാഗമായിട്ടാണ് BJPയിൽ ഇപ്പോൾ തന്നെ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഇതിനകത്ത് ആരാണ് കുറ്റവാളി, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് അണ്ണാമലയ്ക്കും ഒഴിയാൻ കഴിയില്ല എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അണ്ണാമലയെ ഒരു നേതാവ് എന്ന നിലയിൽ അമിത്ഷാ ശാസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റില്ല. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതിന്റെ പിറകിൽ അതിന്റെ ചേതോ വികാരം അവരെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്സൈ സൗന്ദരരാജൻ പറഞ്ഞത് അണ്ണാമലയുടെ കൂടെ ചില ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളത്. എന്ത് തന്നെയായാലും അത് BJP കേന്ദ്ര നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമാണ്. തമിഴ്നാടിനെ പോലെ രണ്ട് ശാക്തി കച്ചേരികളുടെ ഇടയിലേക്ക് ഒരു മൂന്നാം ശക്തി കയറി വരുന്ന സമയത്ത് അതിനെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ പരസ്പരം മത്സരിക്കില്ല, നമ്മൾ ശത്രുക്കളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വികാരം തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേന്ദ്ര നേതൃത്വം കൂടി ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.